എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകന്മാരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, എന്നെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് നല്ല വാക്കുകൾ കേട്ട് ഞാൻ കോരിത്തിരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഡാൻസൂടെ കളിക്കേണ്ട കുറവേ ഉള്ളൂ. ഭരതനാട്യം, മോഹിനിയാട്ടം ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെയൊരു സാംസ്കാരിക ചടങ്ങിന് അർഹനായ മുഖ്യാതിഥി ഒരു പോലീസുകാരനാണെന്ന് കരുതിയ സംഘാടകർക്ക് കേരള പോലീസ് സേനയുടെ പേരിലുള്ള എൻ്റെ ആദരം ഞാൻ അർപ്പിച്ചുകൊള്ളുകയാണ്. ഞങ്ങളെ സാധാരണ നല്ല ചടങ്ങുകൾക്കൊന്നും പോലീസുകാരെ വിളിക്കാറില്ല. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയ അംഗീകാരം തന്നെ ഈ പറയാതെ പറയുന്ന കാര്യം, സ്വാഗത പ്രസംഗം പറഞ്ഞത് പറയാതെ പറഞ്ഞ കുറെ കാര്യങ്ങൾ. അതായത് പോലീസുകാരനായിട്ടും ഇയാൾ പാടുന്നുണ്ടല്ലോ, പോലീസുകാരനായിട്ടും ഇയാൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരൊക്കെ ഒരുമാതിരി എന്നുള്ളൊരു വിവക്ഷ ഭംഗ്യനിരേണ ആ വാക്കുകളിലൂടെ നിഴലിക്കുന്നത് ഞാൻ കണ്ടു. അതൊരു തരത്തില് ഒരു വിഷമമായിട്ട് തോന്നിയെങ്കിലും എൻ്റെ മറുവശത്തു നിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സേന മറ്റ് ഇതര സേനകളെക്കാളൊക്കെ വളരെ മുമ്പിലാണ് സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടാനും. ഞാൻ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകനെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അദ്ദേഹം പൊതുവേദികളിൽ പലപ്പോഴും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കലാകാരന്മാരാണ്, ഞങ്ങൾ സഹൃദയന്മാരാണ്. ഞങ്ങൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും കൂടിയാണ്. കാരണം കുട്ടികൾക്ക് ദിശാബോധം കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇപ്പം ദിശാബോധം കൊടുക്കാനുള്ള ഈ പരിപാടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ തിരിച്ചറിയണം, മാതാപിതാക്കൾ തിരിച്ചറിയണം, അധ്യാപകർ തിരിച്ചറിയണം. ആ തിരിച്ചറിയലുള്ളൊരു ഒരു ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്നുള്ള ആശംസയാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. അടുത്തൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ദിശാബോധം നൽകാനായിട്ടുള്ള പരിപാടി ഇവിടെ നടക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് നിങ്ങളെല്ലാം സ്കൂളിൽ പോകുന്നത് എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്കൂൾ എന്തിനുള്ളതാണ് എന്നുള്ളത് എത്ര വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അറിയാമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഈ നമ്മുടെ കൂട്ടത്തിൽ ധനാഢ്യന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, പണം കുറവുള്ളവരുണ്ടാവും, ഇടത്തരക്കാരുണ്ടാവും, പലതരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അധ്യാപകരും ഒരു സ്കൂളുമായി ബന്ധപ്പെടുന്ന പലരും പല രീതിയിലുള്ളതും ഉണ്ടാവും. എന്നാൽ ധനാഢ്യരായിട്ടുള്ളവരാണെങ്കിൽ അവർക്കെല്ലാം വീട്ടിൽ ട്യൂഷൻ വെച്ച് പഠിച്ചാൽ പോരെ, എന്തിനായി സ്കൂളിൽ വരേണ്ട കാര്യം? ഇടത്തരക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു ചേർന്നൊരു കമ്മ്യൂണിറ്റേറിയൻ പഠനം നടത്തിയാൽ പോരെ. സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനാണ്? ഈ ചോദ്യത്തിന് ആദ്യമായി മറുപടി പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എമൈൽ ഡർഖൈം. അദ്ദേഹം ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു, സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റുമാണ് എമൈൽ ഡർഖൈം. അദ്ദേഹം പറഞ്ഞത് സ്കൂൾ ഇസ് ദ പ്രൈമറി ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്നാണ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കാനായിട്ടുള്ളൊരു സാമൂഹ്യ ജീവിയായി മാറുന്ന മനുഷ്യന്റെ പരിണാമ പ്രക്രിയയിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന പരമപ്രധാനമായ ഏജൻസിയാണ് വിദ്യാലയം എന്ന് പറയുന്നത്. നമ്മൾ വിദ്യാലയത്തിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് പറയും പഠിക്കാനാണ്. പഠിക്കാനായിട്ട് വിദ്യാലയത്തിൽ പോകേണ്ട കാര്യമില്ല, തന്നെ പുസ്തകം വായിച്ചാലും പഠിക്കാം. വിദ്യാലയത്തിൽ പോകുന്നത് എന്തിനാണെന്നറിയോ? വിദ്യാലയത്തിൽ പോകുന്നത് സഹിഷ്ണുത, സഹവർത്തിത്വം എന്നൊക്കെ പറഞ്ഞ കുറേ സംജ്ഞകളുണ്ട് പ്രപഞ്ചത്തിൽ. ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള കഴിവ്. എന്തൊക്കെ സഹിക്കാനുള്ള കഴിവ്? നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ നമ്മുടെ സഹജീവികളിൽ കാണുമ്പോൾ, നല്ലതെന്നോ ചീത്തയെന്നോ ഞാൻ പറയുന്നത്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പരിശീലിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില പ്രവണതകൾ നമ്മൾ പുറത്തു പോകുമ്പോൾ വേറൊരു വ്യക്തിയിൽ കാണാൻ സാധിക്കും. ആ വ്യക്തിയുമായിട്ട് നമ്മൾ എങ്ങനെ സഹവസിക്കണം, ആ വ്യക്തിയുടെ സന്തോഷങ്ങൾ നമ്മൾ എങ്ങനെ പങ്കുവെക്കണം, അയാളുടെ സങ്കടങ്ങളിൽ നമ്മൾ എങ്ങനെ അയാളുടെ കൂടെ നിൽക്കണം, അയാളുടെ വിജയങ്ങളിൽ അയാളോട് അസഹിഷ്ണുതയും അസൂയയും തോന്നാതെ സന്തോഷിക്കാൻ പഠിക്കേണ്ടത് എങ്ങനെ, ഇതെല്ലാം പഠിപ്പിക്കുന്ന മാതൃകാ സ്ഥാപനമായിരിക്കണം വിദ്യാലയം. നമ്മുടെ വിദ്യാലയങ്ങളിൽ അങ്ങനെയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അത് ചിന്യം. പക്ഷേ അങ്ങനെ ആയിരിക്കണം, അതായിരിക്കണം നിങ്ങളുടെ ദിശാബോധം. അത് മാത്രമല്ല, ലോകത്ത് നമ്മളെപ്പോഴും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനം ഈ പ്രപഞ്ചത്തില് നന്ദി എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. നന്ദിയില്ല നമുക്ക് ആർക്കും. എന്നാ നന്ദിയില്ല എന്ന് പറയാൻ കാര്യം എന്നറിയാം, നന്ദിയുള്ളവർക്ക് തൃപ്തിക്കുറവ് ഒരിക്കലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ
നിങ്ങളിപ്പോൾ ഗാസയിലുള്ള മനുഷ്യരെ കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇത്ര സൗകര്യത്തോടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കാൻ നോക്കില്ല ഗാസയിലാണെങ്കിൽ. നമ്മളെപ്പോഴും ആകാശത്തോടെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. എപ്പോഴാണ് ബോംബ് വന്ന് വീഴുക, മിസൈൽ വന്ന് തകരുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഗാസയിലല്ല എന്നുള്ളതിന് നമ്മൾ നന്ദി സൂചകമായിട്ട് ജീവിക്കണം. ഗാസ പോകട്ടെ, എത്രയോ സ്ഥലത്ത് കൊടുങ്കാറ്റുകൾ വേണ്ട. ഇന്ത്യക്കകത്ത് തന്നെ ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ് സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ബാച്ച്മേറ്റ്, എന്നെ പോലെ തന്നെയുള്ള ഒരു IPSകാരൻ്റെ ഫോൺ കോൾ വരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാൻഡ് മേളവും ഒക്കെ നടക്കാണ്ട്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ വായിച്ച പോലെ കുറേ ബാൻഡ് മേളവും ബഹളവും പരേഡും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ പരേഡിലാണ്, പരേഡ് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഭഗീന്ദ്രനെ വീണ്ടും ചോദിക്കുകയുണ്ടായി, താങ്കൾക്ക് പരേഡൊന്നും ഇല്ലേ? അയാൾ പറഞ്ഞു, ഞങ്ങളുടെ പരേഡൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴാണ് നിന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ പരേഡ് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞാൽ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. ഞാനൊരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചപ്പോൾ അറിയുന്നു അദ്ദേഹം CRPFലെ മേധാവിയായിട്ട് IG ആയിട്ടിരിക്കുന്ന സ്ഥലത്ത്, അത് നമ്മുടെ എന്താ പറയുക ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അവിടെ ഒരു സ്കൂളിൽ പോയി നിർബന്ധമായി കൊടി ഉയർത്താൻ വേണ്ടി തയ്യാറാക്കിയ നാട്ടുകാരിൽ ചിലരെ തലേന്ന് വെടിവെച്ച് കൊന്ന സാഹചര്യം, തീവ്രവാദികളുടെ വെടിയേറ്റ് ഭരിക്കേണ്ടി വന്ന കുറച്ച് സഹോദരങ്ങൾ. അതെന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, CRPF വരെ പറഞ്ഞു, അവിടെ നിങ്ങൾ കൊടി ഉയർത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ആ കൊടി ഉയർത്താനുള്ള തയ്യാറെടുപ്പ് നടത്തി എന്നുള്ള തെറ്റിന് അവർ വെടിവെച്ച് കൊല്ലുന്നു. ആ വെടിവെച്ച് കൊന്നവരുടെ ശവമഞ്ചവും മേറി പോകുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് അവിടുത്തെ 2 കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർ ദേശീയ പതാക ഉയർത്തി. പരേഡ് പെട്ടെന്ന് കഴിയില്ലേ? അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വിഷണ്ണനായി നിൽക്കുന്ന ആള് എൻ്റെ വളരെ ആത്മസുഹൃത്തായതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചതാണ്. അപ്പോൾ അവിടെ പരേഡിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലീസുകാർ വെടിവെച്ച് കൊല്ലും, പരേഡിൽ പങ്കെടുത്താൽ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലും. അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തിരിച്ചറിയണം നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾക്ക് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നതിന്, 4 നേരം ഉണ്ണാൻ പറ്റുന്നതിന്, 4 നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതിന്, ഉറങ്ങാൻ പറ്റുന്നതിന്, ആരോഗ്യമുള്ളതിന്, നമ്മളെ ആരും ഭയപ്പെടുത്താത്തതിന്, അതിനൊരു പരിധിവരെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് നിങ്ങൾ തരണം. നിങ്ങൾ ഞങ്ങളെ എത്ര കുറ്റം പറഞ്ഞാലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ എത്രത്തോളം സുരക്ഷിതരായി ഈ നാട്ടിലിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റം പറയാനുള്ള മൈക്ക് ഞങ്ങൾ തരുന്നത് പോലും ഞങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ തണലിലാണെന്നുള്ള ഹുക്കോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾ പറയും ശ്രീജിത്ത് സാറ് കള്ളനാണ് എന്ന് പറയാനുള്ള മൈക്ക് ഞാൻ തന്നെയാണ് ഓണാക്കി തരുന്നത്. അതിനുള്ള സാഹചര്യം പല സ്ഥലത്തും നമ്മുടെ നാട്ടിലില്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതില്ല. ഇങ്ങനെയുള്ള 1000 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ദിവസവും നമ്മുടെ ജീവസന്ധാരണം നടത്താനെന്നുള്ളത് ആദ്യമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ. ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ സ്കൂൾ. ഇതിനുതകണം നമ്മുടെ സ്കൂൾ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുന്നത്, അതിപ്പോഴും ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടെ, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി. ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം മഹത്തരമാണ്. നമുക്ക് ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള സൗകര്യങ്ങൾ, നമ്മുടെ സുരക്ഷിതത്വം, ആരോഗ്യം, ഒരുപാട് വിദ്യാഭ്യാസം. ഒരു വിദ്യാർത്ഥി പഠിച്ച് പുറത്തിറങ്ങണമെങ്കിൽ നിങ്ങൾ ഈ സ്കൂളില്ല, ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇല്ലാത്ത ഒരു ലോകം സങ്കല്പിക്കുക. പണ്ടൊക്കെ രാജാക്കന്മാരൊക്കെ പഠിച്ചിരുന്നു. ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷുകാരനെ കൊണ്ടുവരുന്നു, ഫ്രഞ്ച് പഠിക്കാൻ ഫ്രഞ്ചുകാരനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്ന് പഠിക്കാൻ വരുന്ന ചെലവെന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ സംവിധാനം കൊണ്ട് കിട്ടുന്ന സൗജന്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ സംവിധാനം കൊണ്ടുള്ള നമ്മളിപ്പം നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം മാലിന്യം നിർമ്മാർജ്ജനമാണ്. പഞ്ചായത്തുകാരോട് ഇരിക്കുന്നവർ ധൈര്യമായിട്ട് പറയാൻ ഞാൻ വിചാരിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ മാലിന്യം, ഞാൻ ന്യൂയോർക്കിൽ പോയി, US ഒരു മാൻഹട്ടനിലെ ഒരു ഫ്ലാറ്റിൽ നമ്മൾ ഒരു ദിവസം മാലിന്യ നിർമ്മാർജ്ജനം നടത്തണമെങ്കിൽ, സ്യൂറിക്കിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തണമെങ്കിൽ, സ്വിറ്റ്സർലൻഡ്, അതൊക്കെ വലിയ വലിയ രാജ്യങ്ങൾ നമ്മൾ പറയും. നമ്മളിവിടെ വന്നിട്ട് എന്നോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, വിദേശികളും സ്വദേശികളുമായിട്ടുള്ള പ്രവാസികളായിട്ട് പറയുന്നത്, സാറിന്റെ പോലീസുകാർ എത്ര മോശമായിട്ടാണ് സാറെ പെരുമാറുന്നത്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ അവിടുത്തെ പോലീസുകാർ എത്ര മാന്യമായിട്ടാണ് സാറെ പെരുമാറുന്നത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ പോലീസുകാരുടെ പെരുമാറ്റം മാത്രമേ ഇവർ കണ്ടുള്ളൂ. നമ്മുടെ ഇവിടെയുള്ള കൂട നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഒരു 5-8 കൊല്ലം മുമ്പ് വരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വീട്ടിനകത്തുള്ള മാലിന്യം മുഴുവൻ എഴുതി ചുരുട്ടി കൂട്ടിയിട്ട് അവരുടെ കൈയുടെ ആയം എത്രയുണ്ടോ അവിടെ എത്തി അവസാനിക്കുന്നു മാലിന്യ നിർമ്മാർജ്ജനം. അത് വലിച്ചെറിയുന്ന സ്ഥലത്ത് പോയി അത് വീഴുന്നു.
ഇപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് പേരിൽ പിഴ ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചു. പിഴ ഈടാക്കിയാൽ മതിയോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ന്യൂയോർക്കില് ഒരു ദിവസം ഒരു ഫ്ലാറ്റിലെ മാലിന്യം കളയാനായിട്ട് $3 ചെലവാണ്. ഓരോ ദിവസവും $3 കൊടുക്കണം മാലിന്യം കളയാൻ. സാധനം മേടിക്കാനൊന്നുമല്ല, അതായത് ഇത് കളയാനായിട്ടുള്ള ഒരു ബയോഡിഗ്രേഡബിൾ ബാഗ് വേണം. ആ ബാഗിനകത്ത് മാലിന്യം 2ആയി തരംതിരിക്കണം. എങ്ങനെ തരംതിരിക്കണം? ഒന്ന് നശിച്ചു പോകുന്ന മാലിന്യം, ബയോഡിഗ്രേഡബിൾ മാലിന്യം വേറെ, അല്ലാത്തത് വേറെ. എന്നിട്ട് ഇത് 2 സഞ്ചിയാക്കി നമ്മൾ ഫ്ലാറ്റിന്റെ വെളിയിൽ വെക്കുന്നു. ആ ഫ്ലാറ്റിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോയി താഴെ വരുന്ന വണ്ടിയിൽ ഏൽപ്പിക്കുന്നവന് കൊടുക്കണം $1. വരുന്ന വണ്ടിക്ക് കൊടുക്കണം $1. $3 എന്ന് പറഞ്ഞാൽ ഏകദേശം 300 രൂപ. 300 രൂപ ദിവസവും കൊടുത്താണ് അമേരിക്കക്കാരനും സ്വിറ്റ്സർലൻഡിൽ അതിന് വിശേഷമാണ്. 5 കിലോയിൽ കൂടുതൽ ഒരാഴ്ചയിൽ നിങ്ങളുടെ വീട്ടിൽ മാലിന്യം ഉണ്ടെങ്കിൽ ഓരോ അര കിലോയ്ക്കും 5 ഫ്രാങ്ക് വെച്ച് കൊടുക്കണം. 5 ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? 5 ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 500 രൂപ. ഓരോ അര കിലോയ്ക്കും 500 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണം. ഈ സ്വിറ്റ്സർലൻഡിലെ അമേരിക്കയിലെയൊക്കെ പോലീസുകാരുടെ സ്വഭാവത്തിന് മികവിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കയുടെ പോലീസുകാരുടെ സ്വഭാവ മികവൊന്നും പതി ആരും പറയാറില്ല. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ വെടിവെച്ച് കൊല്ലുകയാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ വെടികൊണ്ട് മരിച്ചാൽ പോലും ഞങ്ങൾ ആരും വെടിവെച്ച് കൊല്ലാറില്ല. അപ്പോ ഇതെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ അവിടെ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി വരെ പണം ചെലവാക്കാൻ പൗരന്മാർ തയ്യാറാണെന്നും, ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഓരോ ദിവസവും ഒരു വീട്ടിൽ നിന്ന് കളയേണ്ട വേസ്റ്റിന് 300 രൂപ ഈടാക്കിയാൽ പഞ്ചായത്തും കാണില്ല, പോലീസ് സ്റ്റേഷനും കാണില്ല, ഭരണവും കാണില്ല. നമ്മുടെ നാടിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ നമ്മള് എല്ലാ സൗജന്യവും നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വളരെ കുറച്ചേ തയ്യാറുള്ളൂ. എന്നാൽ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറുകയാണ്. നമ്മൾ വിദേശത്ത് ഗൾഫിലോ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കഠിനാധ്വാനികളായുള്ള മലയാളികളെ കാണാം. ആ മലയാളികൾ നാട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വായനശാല സംസ്കാരം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. വായനശാല സംസ്കാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വായിക്കാനുള്ള സംസ്കാരം. അതല്ല, വായനശാലയ്ക്ക് പുറത്തിരുന്നുകൊണ്ട് ട്രംപ് ചെയ്തത് ശരിയാണോ അല്ലയോ, നെതന്യാഹു പറഞ്ഞത് ശരിയായില്ല, ഖമനേയ്ക്ക് കുറച്ചും കൂടെ സംയമനമാകാമായിരുന്നു എന്നൊക്കെയുള്ള ഘോരം പ്രസംഗിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമുക്കിപ്പോൾ കാണാം. ആ ചെറുപ്പക്കാരുടെ അടുത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവര് വലുതായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിനനുസരിച്ചുള്ള പ്രവർത്തന പരിചയവും പ്രവൃത്തികളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച് ഇങ്ങനെ സഹവർത്തിത്വവും സഹിഷ്ണുതയും പരിശീലിച്ച് വിജയിക്കാൻ മാത്രമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് എന്നുള്ള മാതാപിതാക്കളുടെ ഭാഗത്തുള്ള തെറ്റ്. വിജയിക്കാനല്ല സ്കൂളിൽ പറഞ്ഞയക്കേണ്ടത്, തോൽക്കാൻ പഠിക്കാനാണ്. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും ജയിക്കാൻ സാധിക്കില്ല. പണ്ട് കാലത്ത് ഈ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ തിയറി ഉണ്ട്. പെർമിറ്റേഷൻ, പ്രോബബിലിറ്റി. ഒരു കോയിൻ ടോസ് ചെയ്താൽ, ഒരു നാണയത്തോട്ട് എറിഞ്ഞാൽ ഒന്നുകിൽ ഹെഡ് ഓർ ടെയിൽ, അല്ലെങ്കിൽ എന്താ പറയുക പുള്ളി ചാപ്പ എന്ന് മലയാളത്തിൽ പറയുന്ന ഭാഷ, ഇതിലേതെങ്കിലും ഒന്ന് വീഴാനുള്ള സാധ്യത 50%. അതുപോലെയാണ് ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും. വിജയം പോലെ തന്നെ നമ്മളെ കാത്തു നിൽക്കുന്ന സാധനമാണ് പരാജയം ജീവിതത്തിൽ. നമ്മളിപ്പോ കാണുന്ന വളരെ വൈകൃതമാർന്ന കുറേ പരിപാടികളുണ്ട് സ്കൂളുകളിൽ നടക്കുന്നത്. ഒന്ന്, കലോത്സവ വേദികൾ. എൻ്റെ സഹോദരി ഒരു ജില്ലാ ജഡ്ജിയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഇപ്പോൾ ബോംബെയിൽ വേറൊരു കോടതിയിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു അസൈൻമെന്റ് കിട്ടിയിട്ട് ജോലി ചെയ്യുകയാണ്. അവര് ജില്ലാ ജഡ്ജി ആയിരുന്നപ്പോഴും സബ് ജഡ്ജി ആയിരുന്നപ്പോഴും ഓരോ കലോത്സവം കഴിയുമ്പോഴും 100ഉം 144ഉം ഒക്കെയാണ് അവര് വിധി പറഞ്ഞിട്ടുള്ള കലാപ്രകടനങ്ങൾ. അവർ കലാപരിപാടി കണ്ടിട്ട് പോലുമില്ല, കാണാതെ തന്നെ അതിനെക്കുറിച്ച് അറിയാതെ തന്നെ കഥകളിയെക്കുറിച്ചും പിന്നെ കൂത്തിനെക്കുറിച്ചും കൂടിയാട്ടത്തെക്കുറിച്ചും ഒക്കെ വിധി പറയാനായിട്ട് കോടതികളിലെത്തുന്നു. കലോത്സവ വേദികളിൽ വരുന്ന ആളുകള് റിയാലിറ്റി ഷോയിൽ പോയി, സിനിമയിൽ പോയി വലിയ വലിയ ആൾക്കാരാകാൻ വേണ്ടിയിട്ടുള്ള അത്യധ്വാനം, അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. കല എന്ന് പറയുന്നതും കായികക്ഷമത എന്ന് പറയുന്നതും കുട്ടികളുടെ മാനസികമായ ഉന്നമനത്തിനും അവർക്ക് പരാജയപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എവിടെയോ കൈമോശം വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള വേറൊരു അപജയം എന്ന് പറയുന്നത്
ഇംഗ്ലീഷ് ഭാഷയോടുള്ള അമിതമായ പ്രതിപത്തിയാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ ഒരു പഴയ കവിത ഞാൻ ഓർമ്മിക്കുകയാണ്. ജനിക്കുമ്പോൾ തൊട്ടെൻ്റെ മകൻ ഇംഗ്ലീഷ് പറയണം, അതുകൊണ്ട് എൻ്റെ ഭാര്യതൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി താൻ. ജനിച്ച് പുറത്തോട്ട് വരുമ്പോൾ തൊട്ട് അവൻ എന്ത് പറയണം? ആംഗല ഭാഷ പറയണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഭാര്യയെ പ്രസവിക്കാൻ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി. എന്താ കാരണം? അവിടുത്തെ പിച്ചക്കാർ വരെ ഇംഗ്ലീഷാണ് അത്ര പറയുന്നത്. പക്ഷെ അവിടെ ഇംഗ്ലീഷ് പറയുന്ന ഒരുപാട് പേര് യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ടും പിച്ചക്കാരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ അടുത്തൊക്കെ കൊല വിളിച്ചെടുത്തുകൊണ്ട് പോയ സാധനങ്ങളുടെ പുറത്താണ് ഇന്നും ആ സാമ്രാജ്യം നിലനിൽക്കുന്നത്. ആ സാമ്രാജ്യം പിച്ചി പിഴിഞ്ഞ് വീഴാറായെന്ന് കൂട്ടിക്കോ. എന്നാൽ പോലും നിങ്ങൾ പിന്നെ ശശി തരൂർ MP-യുടെ ഒരു പ്രസംഗം ഓക്സ്ഫോർഡിലുണ്ടായിരുന്നു. ലോക GDP-യുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 28% ഉണ്ടായിരുന്ന ഭാരതത്തിനെ ബ്രിട്ടീഷുകാരൻ വന്ന് കേവലം 0.4% ചുരുക്കിയെടുത്ത് ശുഷ്കിപ്പിച്ച്, അതായത് എന്താ പറയാ, ഒരു കരിമ്പിന്റെ കഷ്ണമുണ്ടെങ്കിൽ അതിന്റെ ജ്യൂസ് മുഴുവൻ വലിച്ചെടുത്ത് കൊടുത്ത് ചണ്ടിയാക്കി ഇട്ടിട്ട് പോയതിനെ ബാക്കി ഉയർത്തെഴുന്നേറ്റുണ്ടാക്കിയ ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണ്. അഭിമാനം തോന്നണം നമുക്ക് നമ്മളുടെ ഭരണാധികാരികളുടെ കുറ്റവും ഇവിടുത്തെ കറപ്ഷനും നമ്മുടെയൊക്കെ തെറ്റുകളും ഒക്കെ നമ്മൾ ഉദ്ദേശസ്ഥർ ഉദ്ഘോഷിക്കുന്നുണ്ടൊക്കെ നല്ല കാര്യത്തിനൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വിമർശനം വേണം. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു വലിയ ജനതയെ മുഴുവൻ, അതും ഒരു തരത്തിലുമുള്ള ഏക സ്വഭാവമില്ലാത്ത ജനത. ഇവിടെ തിരുവനന്തപുരത്ത് കണ്ണൂർ വരെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരംകാരൻ പറയുന്ന ഭാഷ മനസ്സിലാവാത്ത കണ്ണൂരുകാരൻ ഇരിക്കുന്ന നാട്. ഇനി അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, കണ്ണൂർ കഴിഞ്ഞാൽ മംഗലാപുരം കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള ഭാഷാ വൈവിധ്യങ്ങളും ഭാഷാ ശൈലി വൈവിധ്യങ്ങളും ആചാര വൈവിധ്യങ്ങളും മതവൈവിധ്യങ്ങളും ജാതി വൈവിധ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ നാട്. ആ വലിയ നാടിനെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ അന്തസത്ത മുഴുവൻ ഊറ്റിക്കുടിച്ച്, എന്താ പറയാ, ഈ വണ്ട് എന്താ പറയാ, ഈ പുഷ്പത്തിൽ നിന്ന് തേനൂറ്റി എടുക്കുന്ന പോലെ ഉള്ളതെല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോയി വലിയവരായ കൊളോണിയൽ ശക്തികളുടെ മുമ്പിൽ ഇന്ന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചെറിയ കാര്യമല്ല. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് നമുക്ക് ഏത് തരത്തിൽ മുതൽക്കൂട്ടാവാൻ പറ്റും എന്നുള്ള ചിന്തയായിരിക്കണം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടത് നമുക്ക് സഹിഷ്ണുതയാണ്, സഹവർത്തിത്വമാണ്. കൂടെ നിൽക്കുന്നവനെ ജീവിക്കാൻ പഠിക്കാൻ പ്രേരിപ്പിക്കുക, അവന്റെ ദുഃഖം എന്താണെന്ന് അറിയുക, അവൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, എല്ലാത്തിനും മോശമായി പ്രതികരിക്കാനായിട്ടുള്ള പ്രവണത ഇല്ലാതാക്കുക, മത്സരബുദ്ധി കുറയ്ക്കുക. മത്സരബുദ്ധി കുറയ്ക്കാന്ന് വെച്ചാൽ ഇനി മത്സരിക്കണ്ടേ സാറേ? അങ്ങനല്ല. നിങ്ങൾ പരമാവധി നിങ്ങൾ പെർഫോം ചെയ്യുക. എങ്ങനെയാണ് പരമാവധി പെർഫോം ചെയ്യുക? നിങ്ങൾ എക്സലന്റ് ആവുക. നിങ്ങൾ ഏത് വിഷയത്തെ അധികരിച്ച് നിങ്ങൾ പഠിക്കുന്നോ അവിടെ നിങ്ങൾ എക്സലന്റ് ആവുക. എക്സലന്റ് എന്നുള്ള വാക്ക് തന്നെ ഞാൻ എടുത്തു പ്രയോഗിക്കുന്നതിന് കാരണം എക്സലൻസ് എന്താണെന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് മുതലേ ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടിരുന്ന ഒരു പല്ലവി അമ്മ എന്നോട് എപ്പോഴും പറയുന്നത്, എന്നെ എപ്പോഴും എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. ടീച്ചർ മദർ ഇസ് ഓൾവേസ് എ ന്യൂസൻസ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അമ്മമാർ ടീച്ചർമാരാണെങ്കിൽ എൻ്റെ വീട്ടിലെനിക്ക് എപ്പോഴും കേട്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിലാസ് ടീച്ചർ മോൻ എത്ര മാർക്ക് കിട്ടിയെന്ന് പറയുന്നത്, നിനക്ക് നിന്റെ മാർക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയത്? അപ്പോൾ വിലാസ് ടീച്ചർ മോനേക്കാൾ മാർക്ക് ഞാൻ മേടിച്ചേ പറ്റൂ, എന്തെന്നും ഞാൻ മേടിച്ചേ പറ്റൂ. എൻ്റെ അമ്മയ്ക്ക് ടീച്ചേഴ്സ് റൂമിലും സ്റ്റാഫ് റൂമിലും മേനിയോടുകൂടി ഇരിക്കാനായിട്ട് എൻ്റെ മാർക്ക് നന്നായിരുന്നില്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിലായി, എൻ്റെ അമ്മ ബുദ്ധിമുട്ടിലായി. എൻ്റെ അമ്മ ബുദ്ധിമുട്ടിലാവുന്നതനുസരിച്ച് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലായി. അപ്പൊ അമ്മ പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഇന്നുവരെ എനിക്ക് 2 കാലേ കണ്ടിട്ടുള്ളൂ, അവൻ എപ്പോൾ എവിടെ ചെന്നാലും 4 കാലം പൊക്കിക്കൊണ്ട് ചാടുമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടിരുന്നത്. 4 കാലം 3 കമ്പും പൊക്കിക്കൊണ്ട് പോകുന്നതാണ് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത് ഭാഷ. 4 കാല് ശരി, എൻ്റെ എന്താ പറയാ അത്യുത്സാഹത്തോടു കൂടിയുള്ള പ്രകടനത്തെ ആയിരിക്കും അമ്മ വിശേഷിപ്പിച്ചത്. 3 കമ്പ് എന്താണെന്നറിയാമോ? ഈ ക്രിക്കറ്റിന്റെ സ്റ്റമ്പ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്രിക്കറ്റിന്റെ സ്റ്റമ്പൊക്കെ മേടിച്ചത്. അതിനൊന്നുള്ള ത്രാണിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. 3 മടലിന്റെ കഷ്ണം എടുത്ത് വെച്ചിരുന്നതാണ് ഞങ്ങളുടെ ക്രിക്കറ്റിന്റെ സ്റ്റമ്പ്. അതിലേറ്റവും വീതി കൂടിയൊരു മടലായിരുന്നു ഞങ്ങളുടെ ബാറ്റ്. അവിടെ എങ്ങാനും കിട്ടുന്ന ഒരു റബ്ബർ പന്തായിരുന്നു ഞങ്ങളുടെ പന്ത്. ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ പോകുന്നതിനെയാണ് എൻ്റെ അമ്മ പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തിരുന്നത്. എന്നിട്ട് അമ്മ ഒരു വാക്കുകൂടെ പറഞ്ഞിരുന്നു. ആ വാക്കിന്റെ പ്രത്യേകതയാണ് അവന് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധയില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്ക് ഞാൻ കേട്ട് ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് ശ്രദ്ധയില്ല, ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അമ്മയൊന്ന് പഠിപ്പിച്ചു തന്നിട്ട് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. തറതല പറയുന്നോളാന്ന് പറഞ്ഞാൽ അതിന് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം അറിയാമെന്ന് പറയുന്ന ഒരാളോട് ഞാൻ ചോദിക്കുന്നു, ആ വിദ്യ അഭ്യസിക്കുന്ന എങ്ങനെയാ ചോദിച്ചതിന് എനിക്ക് 7ാം ക്ലാസ്സിന് കിട്ടിയടി, 8ാം ക്ലാസ്സിന് കിട്ടിയടി. പിന്നെ എനിക്ക് മനസ്സിലായി ചോദിക്കാൻ പാടില്ല, പിന്നെ എന്നെ ചോദിക്കാതെ.
പ്രശ്നം അവിടെയും തീരുന്നില്ല. കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഞാൻ IPS കാരനായി, ഞാൻ വിവാഹിതനാണ്, എനിക്കൊരു കുഞ്ഞുണ്ടായി. എൻ്റെ മോളോട് എൻ്റെ ഭാര്യ പറയുന്നു, കല്യാണി നിനക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ല. ഇപ്പൊ ചരിത്രം ആവർത്തിക്കുകയാണ്, വീണ്ടും വീണ്ടും തന്നെ കേൾക്കുക. ഇപ്പൊ ഇവിടെ ഞാനിതിൽ അധികാരമൊക്കെ ഉള്ള ആളാണ്. ഇത് ഞാൻ വിവാഹിതനായ ഗൃഹനാഥനൊക്കെ ആയിരിക്കും, എനിക്ക് ചില അധികാരങ്ങളൊക്കെ കുടുംബത്തോടല്ലോ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടോ, താൻ ഈ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ കുഞ്ഞിനോട് പറയുന്നത് ഏതാ, തനിക്കറിയാവോ, ശ്രദ്ധിക്കേണ്ട എങ്ങനെയാന്ന്. അപ്പതേ അന്ന് തറതല പറഞ്ഞെന്ന് പറഞ്ഞ അമ്മ വഴക്ക് പറഞ്ഞെങ്കിൽ ഇപ്പൊ പറയുന്നത് നിങ്ങളാണ് അവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഏകടക്കത്ത്. അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞ് മകളില്ലാത്ത സമയത്ത് വീണ്ടും അവളെ വിളിച്ച് ഞാൻ പറഞ്ഞു, എടോ താൻ പണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചാണോ പഠിച്ചിരുന്നത്? അല്ല അങ്ങനെ നമ്മൾ അതല്ല, തനിക്കറിയാവോ ഈ പണി എന്താന്ന്. ഞാൻ പറഞ്ഞു, ബഹളം കൂട്ടാത്ത കാര്യം പറ, ഇതെങ്ങനാ ചെയ്യുന്നേ ഒന്ന് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക, അതിന് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ടല്ലോ ശ്രദ്ധിക്കാത്തേ. അപ്പൊ അവസാനം ഞാൻ തന്നെ തീരുമാനിച്ചത് ഞാനൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ വാചകം കേൾക്കാത്ത ഒരു വിദ്യാർത്ഥി പോലും ഈ കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ടീച്ചർ പറയും, അല്ലെ മാതാപിതാക്കൾ പറയും, അല്ലെ അയൽവക്കാരെങ്കിലും നിർബന്ധമായിട്ട് പറയും നിനക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ല. എന്നാൽ ആരോടെങ്കിലും ഈ കുഞ്ഞ് ചോദിച്ചു കാണുമോ, എടോ എങ്ങനെയാ സാറേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നാട്ടെ എന്ന് ചോദിക്കാൻ നിൽക്കുമോ? ചോദിച്ചാൽ അപ്പൊ കിഴക്ക് കിട്ടും. പക്ഷെ ഞാൻ ഇന്ന് അതിനുള്ള പരിഹാരമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത്രയും പറഞ്ഞത്. ശ്രദ്ധ എന്ന് പറയുന്നത് എക്സലൻസിലേക്കുള്ള, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിചക്ഷണം, ഞാൻ നേരത്തെ വിദ്യാഭ്യാസ വിചക്ഷണം എന്നൊരു വാക്ക് ഞാൻ തുടക്കത്തിൽ ഉപയോഗിച്ചു. വിചക്ഷണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൗഢഗാംഭീര്യത്തോടു കൂടി ആ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനും, നമ്മൾ സംസാരിക്കുന്നത് വേദവാക്യം എന്നുള്ള രീതിയിൽ കേട്ടിരിക്കാനും കുറെ ആൾക്കാരെ കിട്ടുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുന്നതിനെയാണ് നമ്മൾ വിചക്ഷണ ബുദ്ധി അല്ലെങ്കിൽ എക്സലൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുക. ഇതെങ്ങനെ കൈവരിക്കാം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ നോക്കിയാൽ ആരൊക്കെയാണ് എക്സലന്റ് എന്ന് നോക്കിയാൽ, നമ്മളുടെ എന്താ പറയാ, സഞ്ജു സാംസൺ ക്രിക്കറ്റിൽ അയാൾ എക്സലന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊക്കെ എത്തി നിൽക്കാൻ പറ്റുന്നതിനപ്പുറത്തത് മലയാളിയാണ്. മലയാളികൾ സാധാരണ എത്തിപ്പിടിക്കാത്തൊരു മേഖലയിൽ അയാൾ എത്തിപ്പിടിച്ചു. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു ഉപഹാരം നമ്മുടെ കേരള സർക്കാർ കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് മേടിച്ചു. അപ്പൊ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ മൂല്യം ഇപ്പോ 108 കോടി രൂപയാണ് അത്രേ. ഞാൻ ഞെട്ടിക്കുന്ന കാര്യം എനിക്ക് കൃത്യമായിട്ട് എഴുതാൻ അറിഞ്ഞോളൂ. 108 കോടി 0 മാറിപ്പോ. എനിക്കറിയാം, എഴുതാൻ അറിയാത്ത ഒരു തുകയ്ക്ക് ഉടമസ്ഥനായി നിൽക്കുന്ന ഒരു മലയാളി എക്സലന്റ് ആണ്. സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിൽ എക്സലന്റ് ആണ്. PV സിന്ധു ബാഡ്മിന്റണിൽ എക്സലന്റ് ആണ്. പിയറി ക്യൂറി, മേരി ക്യൂറി കെമിസ്ട്രിയിൽ അവർ എക്സലന്റ് ആണ്. നമ്മളുടെ എന്താ പറയാ, അബ്ദുൽ കലാം സാറ് അദ്ദേഹം സ്പേസ് സയൻസിൽ എക്സലന്റ് ആണ്. നമ്മുടെ സോംനാഥ് സാറ് നമ്മുടെ ISRO ചീഫ്, അദ്ദേഹം അങ്ങനെ എക്സലന്റ് ആണ്. വാട്ട് മേക്സ് എ മാൻ എക്സലന്റ്? ഈ ചോദ്യത്തിനുള്ള മറുപടി അപ്പൊ നമ്മൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഭയങ്കര പഠിത്തമാണ്, അയാൾക്ക് ഭയങ്കര കഴിവാണ്, അയാൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു കാരണം. പക്ഷെ ഇതെങ്ങനെ കൈവന്നു എന്നുള്ളത് നിങ്ങൾ ആരും ആലോചിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് മുഴുവൻ ഒരാൾ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് കുറെ ബുദ്ധി ആരോ കൊണ്ട് കൊടുത്തു, ആ ബുദ്ധിയുടെ പുറത്ത് അയാൾ ആയതല്ല. ഈ ബുദ്ധിക്ക് കൂട്ടത്തിൽ ഒരുപാട് അധ്വാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ അധ്വാനം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ ആരും ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഒരാൾ എക്സലന്റ് ആവാനായിട്ട് അയാൾ ചെയ്യേണ്ട കാര്യം 10,000 മണിക്കൂർ ആ വിഷയത്തെ അധികരിച്ച് അയാൾ അധ്വാനിച്ചിരിക്കണം. സിമ്പിൾ, വളരെ ലളിതമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനിത് കുറെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ്. ഒരുപാട് പേർക്ക് അന്വേഷിച്ചു, സംസാരിച്ചു, മാനേജ്മെന്റ് തിയറിസ്റ്റിനോട് സംസാരിച്ചു. 10,000 മണിക്കൂർ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങളെ ലോകം ശ്രവിക്കും. നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ലോകത്ത് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാകും. നിങ്ങൾ വരുന്ന വഴി ഒരുക്കാനായിട്ട് ആൾക്കാർ വഴിമാറിത്തരും നിങ്ങൾക്ക്. പിന്നെ ഇപ്പം നേരത്തെ സ്വാഗത പ്രാസംഗിക പറഞ്ഞ പോലെ ഉള്ളതും ഇല്ലാത്തതൊക്കെ നമ്മളെ കുറിച്ച് പറയും. മിടുക്കനാന്ന് പറയും, നർത്തകനാന്ന് പറയും, ഗായകനാന്ന് പറയും, ഒക്കെ പറയും. ഇതാണ് എക്സലൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. ഇതെങ്ങനെ കൈവരിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മറുപടി 10,000 മണിക്കൂർ. 10,000 മണിക്കൂർ നിങ്ങൾ ചോദിക്കുന്നത് ഈ 10,000 മണിക്കൂർ എന്ന് പറഞ്ഞാൽ
ഒരു വിഷയത്തെ അധികരിച്ച് 3 മണിക്കൂർ വെച്ച് ഓരോ ദിവസം 10 വർഷം അധ്വാനിച്ചാൽ 10,000 മണിക്കൂറാവും. 6 മണിക്കൂർ വെച്ച് ഒരു ദിവസം അധ്വാനിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് 10,000 മണിക്കൂറാണ്. 12 മണിക്കൂർ വെച്ച് അധ്വാനിച്ചു കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് 10,000 മണിക്കൂറാണ്. ഈ 10,000 മണിക്കൂർ നിങ്ങൾ ഏത് വിഷയത്തെ അധികരിച്ച് നിങ്ങൾ പണിയെടുക്കുന്നോ ആ വിഷയത്തിൽ ലോകത്തിൽ ആദ്യത്തെ 100 പേരിൽ ഒരാളായിരിക്കും നിങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? ഇനി നിങ്ങളൊന്ന് തിരിഞ്ഞാലോചിച്ച് നോക്കുക. നിങ്ങൾ ആരെങ്കിലും സ്ഥിരമായി ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി, ഏതുമായിക്കോട്ടെ, സംഗീതമാവട്ടെ, സാഹിത്യമാവട്ടെ, നൃത്തമാകട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, ചെസ് ആവട്ടെ, ബാഡ്മിന്റൺ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ജീവിതത്തിൽ ഇന്ന് വരെ ദിവസവും 3 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചിട്ട് 24 മണിക്കൂറിൽ കേവലം 3 മണിക്കൂറാണ് ഞാൻ ചോദിക്കുന്നത്. ബാക്കി 21 മണിക്കൂർ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയ ദിവസം കാണിക്കാം. നിങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളത് ചെയ്തിട്ടില്ല എന്ന്. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അല്ല ഇരിക്കുക, നിങ്ങൾ ഇവിടെ ഇരുന്നേനെ. ഇതാണ് വ്യത്യാസം. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നേനെ. ഇത് ഞാൻ സിവിൽ സർവീസ് പഠനത്തിന് പോകുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ 10,000 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ, ഏത് വിഷയത്തിലാണെന്ന്, ഏത് ഉദ്യമത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സലന്റ് ആവാം. എനിക്കെന്ത് പറ്റിയെന്നറിയാം? 800 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ IPS തന്നെ ആയിപ്പോയി. പിന്നെന്തോ ഞാൻ IPS ആവാൻ വേണ്ടിയല്ലേ പണിക്കൊക്കെ നിന്നേ. കേവലം 800 മണിക്കൂറിന്റെ അധ്വാനം കൊണ്ട് ഞാൻ IPS കാരനായെങ്കിൽ നമ്മുടെയൊക്കെ അധ്വാനത്തിന്റെ കുറവ് എത്രയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. റോബർട്ട് ക്ലൈവ്, ബാറ്റിൽ ഓഫ് പ്ലാസി. ഭാരത ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ, ഭാരതത്തിനുള്ള അടി തന്നിട്ടുള്ള, ആദ്യത്തെ അടി തന്ന, ഭാരതം എന്നുള്ള രാഷ്ട്രസങ്കല്പത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ആഘാതവും, മറിച്ച് പറഞ്ഞാൽ ഭാരതം എന്നുള്ള രാഷ്ട്രസങ്കല്പത്തിനുണ്ട് ഉന്നമനത്തിന് കാരണമായതും റോബർട്ട് ക്ലൈവ് എന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്ലർക്കാണ്. അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, വാട്ട് ഇസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? താങ്കളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഡ്രിൽ, ഡ്രിൽ ആൻഡ് മോർ ഡ്രിൽ. എന്താണ് ഡ്രിൽ? ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഡ്രില്ലിന്റെ പീരീഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡ്രിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പട്ടാളക്കാരെ കൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി, ഡിസിപ്ലിനോടുകൂടി മൂവ്മെന്റ്സ് നടത്തി യുദ്ധമുറകൾ പരിശീലിക്കുന്നതാണ് ഡ്രിൽ എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മസിൽ മെമ്മറിയിലോട്ട് കയറും പല കാര്യങ്ങളും. അപ്പൊ ഞങ്ങളോട് ഈ നമ്മൾ കമാൻഡോ കോഴ്സിനും സ്നൈപ്പർ കോഴ്സിനൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയുന്നതാണ്, തോക്കെടുത്ത് സ്വയരക്ഷ നടത്തുന്നത് നിങ്ങളുടെ മസിൽ മെമ്മറിയുടെ ഭാഗമാണ്. ചിന്തിക്കേണ്ട ആവശ്യം വരരുത്. കണ്ണിമയ്ക്കുന്നത് പോലെ, കണ്ണി നേരെ കുത്തുമ്പോൾ കണ്ണടയ്ക്കും. ആരും പറഞ്ഞിട്ടല്ലല്ലോ കണ്ണടയ്ക്കുന്നത്. കണ്ണടങ്ങി ഒന്ന് അടച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അടയ്ക്കാനുള്ള സമയം തരുന്നില്ല കണ്ണ്. അതിന് മുമ്പ് കണ്ണടയ്ക്കാണ്. അതുപോലെ ശരീരം വഴങ്ങുന്ന രീതി, ചിന്ത വഴങ്ങുന്ന രീതി, സംസാരം വഴങ്ങുന്ന രീതി, അത്രത്തോളം പ്രാക്ടീസ്, അത്രത്തോളം സമയം അതിനു വേണ്ടി ചെലവഴിക്കുക. ആ സമയത്തിന്റെ അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 10,000 മണിക്കൂർ മതി. ആ 10,000 മണിക്കൂർ എന്നുള്ള പ്രയാണത്തിനിടയിൽ ഞാൻ പറഞ്ഞു 800 മണിക്കൂറാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കാം കേട്ടോ. നമ്മൾ ഈ 10,000 മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 100 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. അപ്പം ഈ ദിശക്കാർ വിളിച്ച് നമുക്ക് ഇതുപോലൊരു സമ്മാനം തരും. പിന്നെ 200 മണിക്കൂർ ആകുമ്പോൾ പിന്നെ ജില്ലാതലത്തിൽ എന്തെങ്കിലും സമ്മാനം കിട്ടും. അങ്ങനെ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഊറ്റം കൂടും. നമ്മൾ പോകുന്ന വഴി കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. വീണ്ടും വീണ്ടും വർദ്ധിത വീര്യത്തോടു കൂടി നമ്മൾ ഇത് തുറന്നുകൊണ്ടേയിരിക്കും. പക്ഷെ തുടങ്ങാനുള്ള ഏർപ്പാടാണ് ഏറ്റവും ബുദ്ധിമുട്ട്. തുടങ്ങുമ്പോൾ മുള്ളു കുത്തും, ഇരിക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ ജനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില എക്സസൈസസ് ഉണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, 20 ദിവസം ഇന്ന് മുതൽ കൂട്ടുക. ഇന്നിപ്പോ ഡേറ്റ് എത്രയാണ്? ഇന്ന് 12. ഇത് 12, ജൂലൈ 22, ഓഗസ്റ്റ് 3. ഓഗസ്റ്റ് 3-ാം തീയതി വരെ ഇന്ന് മുതൽ നിങ്ങൾ കൃത്യമായ ഒരു സമയത്ത് 3 മണിക്കൂർ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി എല്ലാ ദിവസവും പണിയെടുത്താൽ ഓഗസ്റ്റ് 4-ാം തീയതി ആവുമ്പോൾ, ആ സമയം ആവുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ അസ്വസ്ഥതയായിരിക്കും. എല്ലാവരും പല്ല് തേച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു മണ്ടൻ ചോദ്യം അല്ലേ? ഈ സാറിന് വിവരമില്ലല്ലോ. എന്തിനാ പല്ല് തേച്ചെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ പല്ല് തേക്കുന്നത്? ചിലർ പറയും വൃത്തിയാവാൻ, ചിലർ പറയും ആരോഗ്യത്തിന്.
അപ്പൊ ഈ ഏറ്റവും ആരോഗ്യമുള്ള 2 മൃഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ജീവിതത്തിൽ ഇന്നൊരു പല്ല് തേക്കാൻ തരാം. ഒന്ന് ആനയെ, ഒന്ന് തിമിംഗലോ. ഇവർക്ക് 2 പേർക്കും വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? വളരെ വൃത്തിയുള്ള മൃഗങ്ങളാണ്. വായ്നാറ്റുണ്ടെന്ന് നോക്കിയാട്ടെ, ആനയുടെ അടുത്ത് പോയിട്ട് ഒരു വായ്നാറ്റുമില്ല. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ പല്ല് തേക്കുന്നത്? പല്ല് തേക്കുന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യന് തിന്നാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കുത്തിക്കയറ്റി തിന്നുന്ന സ്വഭാവമുള്ളവരെ ഇപ്പോഴത്തെ മനുഷ്യർ. ആ സാധനം അകത്ത് കയറുന്ന വൃത്തി കേട്ട് പുറത്തുള്ളവർ ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പല്ല് തേക്കാൻ തുടങ്ങി. അല്ല, പല്ല് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ പ്രകൃതി തരുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാൾ പല്ല് തേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നമ്മൾ പല്ല് തേക്കാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ അച്ഛനമ്മമാര് പഠിപ്പിച്ച്, നമ്മൾ പണ്ട് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്കൂളിലൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ദിസ് ഇസ് ദ വേ ഐ ബ്രഷ് മൈ ടീത്ത്, ബ്രഷ് മൈ ടീത്ത്, ബ്രഷ് മൈ ടീത്ത്. ദിസ് ഇസ് ദ വേ ഐ ബ്രഷ് മൈ ടീത്ത് ഏർലി ഇൻ ദ മോർണിംഗ്. പാട്ടൊക്കെ പഠിപ്പിച്ചിട്ട് ഈ പാട്ടൊക്കെ കേട്ട് നമ്മൾ കൊള്ളാം പാട്ട്. അപ്പൊ നമ്മൾ പല്ല് തേച്ച് ഈ പല്ല് തേപ്പ് എന്ന് രാവിലെ 6 മണിക്ക് നമ്മൾ ചെയ്യും. സായിപ്പ് രാത്രി കിടക്കാൻ നേരത്താണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാവിലെ 6 മണിക്ക് ഇത് ചെയ്യാൻ പഠിച്ചത് 20 ദിവസം കൊണ്ട് നമ്മൾ പല്ല് തേച്ച് ശീലിച്ചു കഴിഞ്ഞാൽ 21ാമത്തെ ദിവസം നമുക്ക് ഈ വായയിലെ ചൊവ കാരണം വെളിയിറങ്ങാൻ തോന്നില്ല. എത്ര വാ കഴിക്കാനും പല്ല് തേച്ചതിന്റെ സുഖം നമുക്ക് കിട്ടില്ല. ഇതാണ് ശീലം എന്ന് പറയുന്നത്. ഈ ശീലം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21ാമത്തെ ദിവസം നിങ്ങൾ ഈ 3 മണിക്കൂർ 20 ദിവസം ഇരുന്നതിന്റെ ഊക്കുകൊണ്ട്, ഇനർഷ്യ കൊണ്ട് നിങ്ങൾ 21ാമത്തെ ദിവസം നിങ്ങൾ ആ 3 മണിക്കൂർ ഇരുന്നിരിക്കും. ആ 21ാമത്തെ ദിവസം നിങ്ങളുടെ മനസ്സിന് വരുന്ന ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ അദമ്യമായ അഭിവാഞ്ചയ്ക്കാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ കുട്ടികൾക്കൊക്കെ? ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണെന്നുള്ള നിർവചനത്തിലേക്കാണ് ഞാനിപ്പോ പോയത്. ഇത് പറഞ്ഞു തരാൻ ആർക്കും അറിഞ്ഞൂടാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ചീത്ത വിളിച്ചോണ്ടിരിക്കുക. ഇയാൾക്ക് ശ്രദ്ധയില്ല പഠിത്തത്തിൽ. ശരി സാറേ, ശ്രദ്ധിച്ചോളാം. എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞിരുന്ന സാറെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു, 20 ദിവസം ഒരേ സമയം ഒരേ വിഷയത്തെ അധികരിച്ച് നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ 21ാമത്തെ ദിവസം നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണോ അതിന് ശ്രദ്ധ എന്ന് പറയും. നിങ്ങൾ അപ്പൊ ചരിത്രമാണ് പഠിക്കുന്നതിരിക്കട്ടെ, മുഗൾ ചരിത്രം പഠിക്കുന്ന ആൾക്കാരാണെന്നിരിക്കട്ടെ, ഈ 20 ദിവസം നിങ്ങൾ മുഗൾ ചരിത്രം 3 മണിക്കൂർ അധ്വാനിച്ചു കഴിഞ്ഞാൽ 21ാമത്തെ ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഷാജഹാനെ സ്വപ്നം കാണും, അക്ബർ ചക്രവർത്തി നടന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അത് ശ്രദ്ധ, അതാണ് ശ്രദ്ധ. നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ ചേഷ്ടകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാണ്. അവർ വെറുതെ ഇരിക്കും, അങ്ങനെ കൈകാലൊക്കെ എടുത്തിട്ട് ബാഡ്മിന്റൺ കളിക്കുന്നവർ എന്താന്ന് വെച്ചാൽ മനസ്സിന് മുഴുവൻ ബാറ്റ് അവർ അറിയുന്നില്ല. വേണ്ട, മൃദംഗം വായിക്കാൻ പഠിക്കുന്നവനെ കൊട്ട് കാരണം അടുത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ഈ യന്ത്രം കയറുകയാണ്. ക്രിക്കറ്റിന്റെ ബാറ്റോ ബോളോ ഷട്ടിൽ ബാഡ്മിന്റന്റെ റാക്കറ്റോ തബലയോ മൃദംഗമോ ഒക്കെ അവരുടെ ശരീരത്തിലേക്ക് കയറി അവരുടെ അസ്ഥികളിൽ കയറി പിടിക്കുകയാണ്. അവരുടെ എന്താ പറയാ, രോമകൂപങ്ങളുടെ മുഴുവൻ ആ തബലയായി മാറിക്കഴിഞ്ഞു. പിന്നെ വിരലുകൾ ഓടുന്ന തബലയായിരിക്കും. പാട്ട് പഠിക്കുന്നവരാരും പറയാൻ വേണ്ട. എന്നെ കൊണ്ടൊക്കെ നാട്ടുകാർക്ക് ഭയങ്കര ശല്യമാണ്. വീട്ടിലുള്ളവർ എപ്പോഴും പറയും, തുടങ്ങി ഭാഗവതരി ഇനി എന്തൊരു ശല്യം, ചെവിതല കേൾക്കാൻ മതി. ഞാൻ പറഞ്ഞത് ഊരണ്ട കേട്ടാൽ മതി, ഞാൻ ഇരുന്ന് പാടും. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ പാടും. ബുദ്ധിമുട്ടുള്ളവർ ഇറങ്ങി പൊക്കോണം. എന്താ കാര്യം? ഈ സംഗീതത്തിനോടുള്ള അമിതമായ അഭിവാഞ്ച കാരണം നമ്മുടെ രോമകൂപങ്ങളുടെ മുഴുവൻ സംഗീതമായിക്കൊണ്ടിരിക്കുകയാണ്. പാടാൻ അറിയാവോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം, അത് കേൾക്കുന്നതും തീരുമാനിക്കേണ്ട. പക്ഷെ നമുക്ക് പാട്ട് പാടിയേ പറ്റൂ. അങ്ങനെ ഉള്ള അഭിവാഞ്ച നിങ്ങൾക്ക് ഏത് വിഷയത്തെ അധികരിച്ചു വരുന്നു ആ വിഷയത്തിൽ അപ്പോൾ ബദ്ധശ്രദ്ധരായി ദത്തശ്രദ്ധരായി നിങ്ങൾ മാറുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ആ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം നിങ്ങൾ എക്സലൻസിലേക്കുള്ള നിങ്ങളുടെ നടത്തത്തിന്. പിന്നെ അതെന്താ പറയുക, ഇതൊരു ആ 20 ദിവസം 21 ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞൊരു കയറ്റമാണ്. കയറ്റം കഴിഞ്ഞ് 20, 21, 22, 23 ഒരു മാസത്തേക്ക് നിലനിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം ഫേസ് ആണ്. പിന്നെ ഇറക്കമാണ്. എന്താ കാര്യം? പിന്നെ സുഖമായിട്ട് നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ നമ്മളത് പൊക്കോളും. പിന്നെ ലോകത്തുള്ള എല്ലാ സംഗീതം പഠിക്കുന്നവരാണെങ്കിൽ ലോകത്തുള്ള സംഗീതത്തിന് മുഴുവൻ നമ്മൾ അന്വേഷിക്കുന്ന കാണാം. നമ്മൾ സംഗീതത്തിനെ അന്വേഷിക്കുന്ന കാണാം. നമ്മുടെ അഭിവാഞ്ചം മാറുന്നത് കാണാം. അങ്ങനെയുള്ള ബദ്ധശ്രദ്ധരായി ദത്തശ്രദ്ധരായ നിങ്ങളെ വിഷയങ്ങളെ അധികരിച്ച് നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവാനുള്ള നാന്ദിയായിട്ട് ഇന്നത്തെ പരിപാടി മാറട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും, കുട്ടികളെല്ലാവരും നാളെ നിങ്ങൾ വലുതാവും, എവിടെയെങ്കിലുമൊക്കെ വലിയ സ്ഥാനത്തെത്തും. എനിക്ക് നിങ്ങളെ ഒരു പക്ഷേ ഓർമ്മ കാണില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം എന്താണെന്നറിയോ?
നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് നിങ്ങൾ നന്നാവാൻ പോകുന്നത്, അല്ല ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. പക്ഷെ വെറുതെ എങ്കിലും എന്നോട് ഒന്ന് പറയണം. സാറിന്റെ പ്രസംഗം കേട്ട് എന്താ പറയാ വിജൃംഭിതരായി ഞങ്ങൾ, അതുകൊണ്ട് നല്ല എന്താ പറയാ ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പഠിച്ച് ഞാൻ സിവിൽ സർവൻ്റായി എന്ന് പറയണം എൻ്റെ അടുത്ത് വന്നിട്ട്. ഞാൻ പണ്ട് നിങ്ങൾക്കറിയുമെന്നറിയില്ല, ജയകുമാർ സാറിനെ നിങ്ങൾക്കറിയാം, ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത് സംസ്കൃത സർവകലാശാലയുടെ VCP ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. പണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്നു. സുമുഖൻ സുന്ദരൻ, വാഗ്ദി, ഡാൻസ് ഇല്ല എന്നിട്ടും ബാക്കിയൊക്കെ ഉണ്ട്, കവിത എഴുതും, പാട്ടുമില്ല ഡാൻസും ഇല്ല. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ വളരെ എന്താ പറയാ ആരാധനയോടുകൂടി നോക്കിക്കണ്ടിരുന്നൊരു വ്യക്തിത്വം. അദ്ദേഹം കോഴിക്കോട് ഒരു പിന്നെന്താ പറയാ ഈ പെൺകുട്ടികളെ കൂടുതൽ സിവിൽ സർവീസിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശിബിരം നടത്തുകയുണ്ടായി. അപ്പം അന്ന് ഞങ്ങളുടെ കോളേജിൽ നിന്നും കുറേ പേരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. അവർക്ക് എസ്കോർട്ട് പോകേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. ഞാൻ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. ഈ നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന 30 കുട്ടികളെയാണ് കൊണ്ടുപോകാൻ പറഞ്ഞത്. അതിലെന്തായാലും ഞാൻ പെട്ടിരുന്നില്ല. വളരെ പുറകിലായിരുന്നു വിദ്യാഭ്യാസത്തിൽ. ക്ലാസ്സിലെ അറ്റൻഡൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. ആരും ഇപ്പം പറയാൻ എനിക്ക് പേടിയാണ്. കാരണം സാറ് ക്ലാസ്സിൽ പോയില്ല, ഞങ്ങൾ എന്തിനാന്ന് ചോദിക്കുന്ന പിള്ളേരെ. അങ്ങനല്ല, ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അത്ര താല്പര്യക്കുറവുണ്ടായിരുന്ന ആൾക്ക് പോലും അധ്വാനിക്കണമെന്ന് തീരുമാനിച്ച് സിവിൽ സർവൻ്റ് ആവാമെങ്കിൽ നിങ്ങളെപ്പോലെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയി ഇപ്പോഴേ സമ്മാനം മേടിച്ച് തുടങ്ങിയവർക്ക് എവിടെ തന്നെ എത്തുമ്പോൾ എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാം, എനിക്ക് IPS കാരനാവാമെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് വീട്ടിലെത്താൻ തന്നെത്താൻ പോകാൻ ത്രാണിയില്ലാത്ത കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കൂടുതലും പെൺകുട്ടികളായിരുന്നു. ഇവരെ മുഴുവൻ സുരക്ഷിതരായി സംരക്ഷിച്ച് കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ ഈ ശിബിരം കഴിഞ്ഞ് എത്തിക്കേണ്ട ചുമതലയിൽ നിക്ഷിപ്തമായിരുന്നു എനിക്ക്. അവിടെ ചെന്ന് ഇരുന്നപ്പോൾ അവിടെ സംസാരിച്ചിരുന്ന ചിലരോട് പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ലാന്ന് എനിക്ക് തോന്നി. അവർ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സ്, സ്ത്രീ സമത്വവാദങ്ങളെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞത് സ്ത്രീകൾ അടങ്ങണം ഒതുങ്ങണം എന്നാണ്. ഞാൻ പഠിച്ചത് അങ്ങനെയല്ല. എൻ്റെ ജെൻഡർ പൊളിറ്റിക്സ് കുറച്ചുകൂടെ റാഡിക്കലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പോയി അകത്ത് കയറി പറയണം. പറയാൻ എന്താ വഴി ആലോചിച്ചപ്പോൾ എന്താ, കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് മലയാളം അറിഞ്ഞില്ല, ഇംഗ്ലീഷ് അറിയാവോ. ഈ IAS-കാരുടെ ഇംഗ്ലീഷിനൊത്ത് പറയാനുള്ള ഇംഗ്ലീഷ് എനിക്കറിയാവോ എന്ന് എനിക്കറിഞ്ഞൂടാ. കുറച്ച് നേരം അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ പോട്ടെ, എന്തെങ്കിലും പോക്കത്തിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ, വിവരമില്ലാത്തവരല്ലേ, IAS കിട്ടിയെന്നല്ലേ ഉള്ളൂ, വിവരമില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ചു നേരം കേട്ടിരുന്നപ്പോഴത്തേക്കും അതിക്രമം കൂടിക്കൂടി വരികയാണ്. മനസ്സിലായില്ലേ? സ്ത്രീകൾ ഒതുങ്ങേണ്ടതിൻ്റെ അത്യാവശ്യകതയും സ്ത്രീകൾക്കുണ്ടാകാൻ പോകുന്ന അപകടങ്ങളുടെ ഒരു പരമ്പരയും ഇങ്ങനെ വിവരിക്കുകയാണ്. ഞാൻ പഠിച്ച ലിംഗസമത്വ, ലിംഗനീതി, എന്താ പറയാ, ലിംഗനീതി രാഷ്ട്രീയം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ലിംഗനീതിയുടെ സമവാക്യങ്ങൾക്ക് ഒന്നും ചേരുന്ന ഭാഷയല്ല അവിടെ ഞാൻ കേട്ടത്. അവസാനം വിഷമിച്ച് വിറയാറുന്ന കൈകാലുകളോട് ഞാൻ ആ ഹാളിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞു, അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞ മാഡം ഐ ബെഗ് ടു ഡിഫർ. അത് ആദ്യമേ റിഹേഴ്സ് ചെയ്തിട്ട് പോയി. അത്രയും പറയാനുള്ളത്. ബാക്കി എന്ത് കിട്ടൂല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടായെന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി ആവേശം കയറിയപ്പോൾ. കുറച്ചു നേരത്തെ ഇംഗ്ലീഷ് പരന്ത്രീസ് എക്സ്ചേഞ്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഐ ആം ആസ് ഇന്റലിജന്റ് ഇഫ് നോട്ട് മോർ ഇന്റലിജന്റ് ദാൻ ദിസ് പേഴ്സൺ. ഈ വ്യക്തിയെക്കാളും എനിക്ക് ബുദ്ധി കൂടുമെങ്കിലേ ഉള്ളൂ, കുറയത്തില്ല എന്ന് എനിക്കൊരു തോന്നൽ വന്നു. ഒരഹങ്കാരം. അവിടുന്ന് പൊട്ടിമുളച്ച സിവിൽ സർവീസ് മോഹമാണ് ഇന്ന് എന്നിലെ IPS-കാരനായി മാറിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് തോന്നേണ്ടതും ഇത് തന്നെ. ഈ പറയുന്നവനും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് തോന്നണം. ആ തോന്നൽ കൊണ്ട് നിങ്ങൾ വിജയിച്ചാൽ ആ വിജയം എൻ്റെ വിജയമായി എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റും. ജയകുമാർ സാറ് അന്ന് വന്നൊരു പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പാട്ടിന് പോയി. കളക്ടറാണ്, ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന് നയിക്കാൻ നേരമൊന്നുമില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞ് ഞാൻ കോട്ടയം SP ആയിരിക്കുമ്പോൾ അദ്ദേഹം ഹോം സെക്രട്ടറിയാണ്. ഞാൻ നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിന് മുമ്പ് വെച്ച് അദ്ദേഹത്തെ കാണുകയാണ്. സാന്ദർഭികമായ അദ്ദേഹത്തോട് ചോദിച്ചു, സർ ഡു യു റെക്കഗ്നൈസ് മീ സർ? പറഞ്ഞു, യെസ് യു ശ്രീജിത്ത്, SP കോട്ടയം. നോ സർ, അനദർ ശ്രീജിത്ത്. വേറൊരു ശ്രീജിത്തുണ്ട്. സാറിന്റെ മുമ്പിൽ ഭിക്ഷാന്തേഹിയായി വന്ന് നിന്നിരുന്നൊരു ശ്രീജിത്തുണ്ട്. സാറിനെ കണ്ട് അന്തം വിട്ട് നിന്നിരുന്നൊരു ശ്രീജിത്തുണ്ട്. ആ ശ്രീജിത്തിനെ ദിശാബോധം ഉണ്ടാക്കി തന്നത് സാറാണെന്ന് സാർ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഓർമ്മയേ ഇല്ല. ഇപ്പോഴും ഞാൻ ആ തമാശ പറയും സാറിനെ കാണുമ്പോൾ. സാർ എന്നെ വഴി തിരിച്ചു വിട്ടത് സാറാണ്. സാറിന്റെ ഒരു ശിബിരം. ഇത് കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വേറൊന്ന് കാണുന്നു. ഞാൻ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോകുന്നു. തമിഴ്നാട് കാടുള്ള ഒരു DIG എന്നെ വന്ന് കണ്ടിട്ട് പറയുന്നു, സാറിന് എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു, യെസ് യു ആർ ജോർജ്, DIG ഫ്രം തമിഴ്നാട്. നോ സർ, വേറൊരു ജോർജ്. അതെന്താന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല.
അദ്ദേഹം, ഞാൻ കോട്ടയം SP ആയിരുന്നപ്പോൾ രാമപുരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരേഡ് എടുക്കുന്നു. അപ്പോൾ പരേഡ് എടുക്കാനുള്ള വീതിയും നീളവും ആ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തിന് ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മൾ പരേഡ് നടത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ വന്ന് പരേഡ് നടത്തുന്നു, പോലീസുകാരുടെ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ പോലീസുകാർ ഞെട്ടുന്നു, പോലീസുകാർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു 7ാം ക്ലാസ്സുകാരൻ അവന്റെ വീടിന്റെ 2ാം നിലയിലെ ജനലിലൂടെ നോക്കി കണ്ടുകൊണ്ട് അത്ഭുതം കൂറി നിൽക്കുകയാണ്. ഞാൻ അറിയുന്നില്ല. അവൻ അന്ന് തീരുമാനിക്കുന്നത് ഞാൻ IPS കാരനാവണമെന്ന്. ആ തീരുമാനം പൂവണിയുന്ന ആളാണ് ഞാൻ ഈ കാണുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന DIG. ചെറുതാണോ ചരിതാർത്ഥ്യം? അയാൾ അധ്വാനിച്ചത് കൊണ്ടാണ് അയാൾ വലുതായത്. ഒരു സംശയം വേണ്ട അതിനെക്കുറിച്ച്. ഞാൻ അയാളെ വേണ്ടി പരീക്ഷ എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ അയാൾ വെറുതെ എങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ട് അയാൾ എന്ന് പറയും, സാറാണ് കാരണം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞോണം, സാറാണ് കാരണം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന നില എന്താണെന്നറിയോ സാറേ? ഞാൻ ഇന്ത്യൻ പ്രസിഡന്റാണ്. എന്നിട്ട് വേറെ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇതുപോലെ വേറെ ഒരു അവസരമൊക്കെ കിട്ടുമല്ലോ. ഇപ്പൊ ഞാൻ ജയകുമാർ സാറിനെ കുറിച്ച് പറഞ്ഞ പോലെ നിങ്ങൾ പറയണം, ശ്രീ സാർ വന്നിട്ടാണ് ഞങ്ങളെ. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാനുണ്ടാവില്ല. അത് ചെയ്തു തരാനുള്ള ആർജവവും സ്ഥാനവും കൈപ്പിടിയിൽ ഒതുക്കാനായിട്ടുള്ള ത്രാണി നിങ്ങൾക്കുണ്ടാവുന്നതിന്റെ തുടക്കമായിരിക്കണം ഇന്നത്തെ ദിവസം. ഇന്ന് മുതൽ ഓഗസ്റ്റ് 4 ആവുമ്പോഴത്തേക്കും ശ്രദ്ധയുള്ളവരായിരിക്കണം. ഏത് വിഷയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. മുകേഷിന് 18ാം വയസ്സിൽ ലോക ചാമ്പ്യൻ ആവാം. 18 വയസ്സിൽ ലോക ചാമ്പ്യൻ ആവണമെങ്കിൽ ഇയാൾ ഈ പരിപാടി